ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലി. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണീറ്റ പാടെ ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡിയായി കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ആക്ച്വലി എനിക്ക് ഇന്ന് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇന്നൊരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. എല്ലാ തവണത്തെയും പോലെ ഒന്നുമല്ല, എല്ലാ തവണത്തെയും പോലെയുള്ളൊരു ഡേ ഒന്നും ആയിരിക്കില്ല, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ലേസി ആയിരിക്കും. എനിക്കുണ്ടല്ലോ, അത് പറഞ്ഞില്ലല്ലോ, കോയിൻസിഡൻസ് വന്ന് പറയട്ടെ, ഇത്തവണ പാറുവിന് എനിക്ക് ഒരേ ദിവസം പീരീഡ്സ് ആയി. സോ പാറുകുട്ടിക്കും ഇന്ന് പീരീഡ്സ് ഡേ ആണ്, സെക്കൻഡ് ഡേ ആണ്. അപ്പൊ രണ്ടുപേരുടെ അവസ്ഥ അറിയാലോ, രണ്ടുപേരും ഇങ്ങനെ ചടങ്ങ് കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് മൂടി കിടക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ പുതച്ചുമൂടി കിടക്കാന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുതച്ചുമൂടി കിടക്കാന്നല്ല, എനിക്ക് രാവിലെ കുറച്ച് ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ എണീക്കാറുള്ളൂ. കുറച്ച് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിട്ട് പിന്നെയും എനിക്ക് ടയേർഡ് ആകുമ്പോഴത്തേനും ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങും. ഉറങ്ങില്ല, ഉറങ്ങാണ്ട് ചുമ്മാ ഫോണിൽ നോക്കിയൊക്കെ കിടക്കും. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, എനിക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇടുപ്പ് കാലുണ്ടല്ലോ, ഉപ്പൂറ്റി മുതൽ മുട്ടിൻ്റെ അതുവരെ ഭയങ്കര വേദനയായിരിക്കും. അതെനിക്ക് അപ്പുറത്തെ ആരും വണ്ടി എടുത്തിട്ട് പോകണത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയുണ്ട്. എനിക്ക് നിന്നും നടന്നുള്ള പരിപാടികൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3 ദിവസം എനിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ. പാർക്കുട്ടിക്കാണെങ്കിൽ പെയിൻ ഇല്ല എന്നല്ല, അവൾക്ക് ഫസ്റ്റ് ഡേ ആണ് കുറച്ച് പെയിൻ കൂടുതൽ. സോ എല്ലാ സ്ത്രീകൾക്കും ഈ സംഭവം ഉള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അതിൻ്റെ പെയിൻ. പിന്നെ പെയിനിൻ്റെ കാര്യം ഒരു വഴിക്ക്, എൻ്റെ പൊന്നു മൂഡ് സ്വിങ്സ് ഒന്നും പറഞ്ഞ ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൻ്റെ ഉച്ചം തലയിലാണ് ഞാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യണതെന്ന് ചോദിച്ചാൽ, എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ആ ഒരു ഡേ ഞാനങ്ങ് സെറ്റ് ചെയ്യും. മീൻസ് മുൻകൂട്ടി ഭയങ്കര ഇതിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതല്ല, എനിക്കിഷ്ടമുള്ള കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ആ ഡേ അങ്ങ് എന്നെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് സെക്കൻഡ് ഡേ ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം മാക്സിമം ഞാൻ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഞാൻ ആ ദിവസം അങ്ങ് ലീവ് എടുക്കും. ലീവ് എടുത്തിട്ടൊരു 11-12 മണി വരെയൊക്കെ, അത്രയൊക്കെ ഞാൻ ഉറങ്ങുള്ളൂ കേട്ടോ, കൂടുതൽ ഉറങ്ങൂല. 11-12 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ചൊന്ന് ഫ്രഷായി. ചിലപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ 12 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് എണീക്കണമെങ്കിൽ എണീച്ച് ഫ്രഷ് ആയൊക്കെ വരുമ്പോൾ 1 മണിയാവും. അപ്പോൾ പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈമാവും. ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിക്കും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ആ ടൈമിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. മീൻസ് എനിക്ക് എന്തെങ്കിലും ഷോപ്പിംഗ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പീരീഡ്സിൻ്റെ ഡേയിൽ, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഷോപ്പിംഗ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലെനിക്കൊരു ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട് ആ ടൈമിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയൊക്കെ പോയി ഷോപ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് ചെയ്യും. പുറത്ത് എവിടെയെങ്കിലും പോയിരിക്കും ഇച്ചിരി നേരം, സിനിമ എന്തെങ്കിലും കാണാൻ പോവും. ഇനി പുറത്ത് പോയി സിനിമ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ പുതിയ ഏതെങ്കിലും സിനിമ ഡൗൺലോഡ് ചെയ്തോ നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ എന്തെങ്കിലും കാണാറുണ്ട്. പിന്നെന്താണ്, എനിക്കിഷ്ടമുള്ള ചോക്ലേറ്റ്സ് കഴിക്കും. അങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമുക്കാണ് കൂടുതൽ അറിയാമെന്നുള്ളത്. നമ്മളെ ആരെങ്കിലും വന്നിട്ട് അയ്യോ നിനക്ക് പീരീഡ്സ് ആണല്ലേ, അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി തരാം, നീ ചൂട് പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ കാല് തടവി തരാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ നിന്നെ ഹാപ്പി ആയിട്ട് വെക്കാം, നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരാം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയും, ആരെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കരുത് ഗൈസ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നേരത്തെ. എന്നെ ആരെങ്കിലും ഒന്ന് പാമ്പർ ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ. പിന്നീട് എനിക്ക് ആ റിയാലിറ്റി മനസ്സിലായി. കാര്യം എന്താണെന്നറിയോ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ദേഷ്യം, നമ്മുടെ സങ്കടം, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ മാത്രമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ ഹാപ്പിനെസ് കിട്ടും. ആരെങ്കിലും കാല് തടവിട്ടുള്ള ഓക്കെ ആണ്. അപ്പം നമുക്ക് ആരെങ്കിലും തടവിയാലേ പറ്റുള്ളതൊന്നുമില്ല. കാലിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ആരെങ്കിലും ചെയ്യുമെന്ന് വെച്ചിട്ട് വിഷമിച്ച് അയ്യോ എനിക്ക് അവരത് ചെയ്ത് തന്നില്ലല്ലോ, എന്നെ അവർ ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരയാൻ നിൽക്കരുത്. നമ്മുടെ കാര്യങ്ങൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കാര്യങ്ങൾ നമുക്കേ അറിയാവൂ. സോ നമ്മൾ തന്നെ
ഞാനിപ്പോൾ എന്താ ചെയ്യുക, കാല് വേദന വരുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കും, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കാലുമേ കാല് വെച്ചിട്ടായിരിക്കണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് TV ആണോ മൊബൈൽ ആണോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കമന്ന് കിടന്നിട്ട് നമ്മുടെ ചൂട് പിടിക്കുന്ന വാട്ടർ ബാഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെയിനുള്ള ഭാഗത്ത് മാറി മാറി വെക്കും. അപ്പോൾ നേരത്തെയൊക്കെ എനിക്ക് ആരുമില്ല, ആരും ഒന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരുന്ന് കരയൊക്കെ ചെയ്യരുത്. ഇപ്പൊ കുറച്ച് ദിവസം ഇടയ്ക്കൊക്കെ ഞാൻ കരയാറുണ്ട് കേട്ടോ. പക്ഷെ കരയണതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. പീരീഡ്സിന്റെ ടൈമിൽ കരയണതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. റീസൺ അറിയാനുള്ള കാര്യത്തിലാണെങ്കിൽ ഞാൻ കരയാറില്ല. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിലോട്ട് വരാം. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആക്ച്വലി ഞാനൊരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കറുപ്പ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി റിലീസ് ഡേറ്റിൻ്റെ അന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്ന് റിലീസായില്ല, പിറ്റേ ദിവസമാണ് റിലീസായത്. അതുകൊണ്ട് ടിക്കറ്റ് ക്യാൻസലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരമാണ്. പാറക്കുട്ടിയോട് ചോദിച്ചപ്പോൾ വൈകുന്നേരം മതി എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ എനിക്കൊന്ന് ബാങ്കിൽ പോകണം. പാറക്കുട്ടി ഉറക്കം എണീറ്റിട്ടില്ല, സുഖം ഉറക്കാണ്. പക്ഷെ അവളെ വിളിക്കണം. അവൾ എന്നോട് പറഞ്ഞ് വിളിക്കണ്ട അമ്മ, ഞാൻ കുറച്ചധികം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കൺഫ്യൂഷൻ, ഇന്ന് ഉച്ചവരെ ഉള്ളൂ ബാങ്ക് എന്ന്. അതുകൊണ്ട് അവളെ ഒന്ന് വിളിച്ചുണർത്തണം, ബാങ്കിൽ പോകണം. പിന്നെന്താണ്, കുറച്ച് വെറുതെ ഒന്ന് കറങ്ങാൻ എവിടെയെങ്കിലും ഒന്ന് പോകണം, ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഞാൻ പോയി പാറക്കുട്ടിയെ വിളിച്ചുണർത്തി അവളെ ഒന്ന് റെഡിയാക്കട്ടെ. ആ സമയം കൊണ്ട് ഇഡ്ഡലി ഇരിപ്പുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ എത്തി. കാരണം കുറച്ച് കൂടുതലായിപ്പോയി ഇന്നലെ ഉണ്ടാക്കിയത്. അതിൻ്റെ ബാക്കിയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിക്കാമെന്ന് വിചാരിക്കണേ. പിന്നെന്താ, ഒരു ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ടൊരു ഷാർജ ഉണ്ടാക്കാം. മാംഗോ ഷാർജ അല്ല, മാംഗോ ഷേക്ക്. പക്ഷെ ഞാൻ അതിൽ ബൂസ്റ്റ് ഇടും, അതുകൊണ്ടാണ് ഞാൻ മാംഗോ ഷാർജ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാം, ജ്യൂസായിട്ട് അതുണ്ടല്ലോ. പിന്നെന്താണ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനും പാറക്കുട്ടി ഇതാ വീട് പോട്ട്. ഗൈസ്, അങ്ങനെ ഞാനും പാറക്കുട്ടിയും കൂടി ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാവം ഭയങ്കര വയറുവേദനയാണ് കേട്ടോ. ഇത്തവണ എന്താണെന്നറിയില്ല, പക്ഷേ ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കണത്. തിരിച്ച് പെട്ടെന്ന് വന്നാൽ മതി എന്നാണ് പറയണത് അല്ലേ പാറു? അപ്പം നമ്മൾ പോയിട്ട് വരാം. ആക്ച്വലി ഗൈസ്, ഇത് ഞാൻ മെയ് മാസത്തിൽ എടുത്തു വെച്ച വീഡിയോ ആണേ. പക്ഷേ എന്താണ്, എനിക്ക് അന്ന് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ഇല്ല, അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് എഴുതി. 2 ലാവാ കേക്ക് തരും. ബാങ്കിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും മധുരത്തിന് ഇച്ചിരി കഴിക്കാമെന്ന് എഴുതിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട് അപ്പോൾ അതേ പാറക്കുട്ടി കണ്ണ് മുട്ടായി എന്ന് പറഞ്ഞിട്ട് 2-3 കളറിലുള്ള കണ്ണിൻ്റെ ഷേപ്പിലെ മുട്ടായി എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലാവാ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ രാമചന്ദ്രനിലോട്ട് പോയേട്ടാ. അപ്പോൾ വെറുതെ ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിയായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പാറ ഭയങ്കര ടയേർഡായിരുന്നേ. പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് ബാഗുകളുടെയും വാട്ടർ ബോട്ടിൽ പിന്നെ സ്റ്റേഷനറി ഐറ്റംസിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചെന്നപാടെ പാറക്കുട്ടി ഈ ഒരു യെല്ലോ കളർ ബാഗ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ നല്ല രസമുണ്ട്, എന്തോ എസ്തെറ്റിക് ലുക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു പൂക്കി മോളാണ്, ഈ ബാഗ് തൂക്കി പോയാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗ് അങ്ങ് എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൗച്ച് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം പൗച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവസാനം പൗച്ചൊന്നും എടുത്തില്ല. പിന്നെ ഫുൾ ടൈം ഒരുമാതിരി വാടിക്കുഴഞ്ഞ് ടയേർഡായ ഒരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം ഒന്ന് ചിരിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ മോന്തയും വലിച്ചു കയറ്റി വെച്ചുകൊണ്ട് നടക്കായിരുന്നു. കാരണം കശിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഞാൻ ഉന്തിത്തള്ളി കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞങ്ങൾ ആ ബാഗ് അങ്ങ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പാറക്കുട്ടിക്ക് 2 ഡ്രസ്സ് എടുത്തേട്ടാ. ഇതിലേത് ഡ്രസ്സാണ് എടുത്തതെന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരേ ടൈപ്പിലുള്ള പല പ്രിൻറ്റിലുള്ള ഡ്രസ്സസ്സാണ് എടുത്തു വെച്ച് നോക്കുന്നത് പാറക്കുട്ടി. ഒരു 4-5 എണ്ണം എടുത്തു വെച്ച് നോക്കിയിട്ട് അതിൽ 2 എണ്ണം പാറക്കുട്ടി സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എപ്പോഴും രാമചന്ദ്രനിലും പോത്തീസിലും ഒക്കെ പോയാലും എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങി ഒന്ന് വായി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലെന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് എനിക്ക് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടെടുത്തും കഴിയെടുത്തും എല്ലായിടത്തും ചെന്ന് വായി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബില്ലടിക്കാൻ നിന്ന സമയത്ത് പാറക്കുട്ടി എന്തൊക്കെയോ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കുന്ന സാധനമാണ് ഇപ്പോൾ എടുത്ത് നോക്കിയത്. പിന്നെ കുറേ ഇതുപോലെയുള്ള ഡെക്കർ ഐറ്റംസ് ഫ്ലവർ സെറ്റ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം നോക്കി എന്നിട്ട് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു ലൈമ്, പാറക്കുട്ടിക്ക് ലൈം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് സമോസ കഴിച്ചു ഗൈസ്.
സമൂസ ഒരു രക്ഷയില്ലാത്ത സമൂസയായിരുന്നേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ 2 പാർക്കുട്ടി 2 കഴിച്ചായിരുന്നേ. ആക്ച്വലി ഞാൻ കടയുടെ പേര് മറന്നു പോയടാ, അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. രാമചന്ദ്രൻ പോകുന്നവർക്കൊക്കെ അവിടെ കയറി സമോസ കഴിക്കാമല്ലോ, നല്ല അടിപൊളി സമോസയായിരുന്നേ. അപ്പോൾ സമോസയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും എനിക്ക് വെള്ളം ദഹിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ ഒരു ചെറിയൊരു തട്ട് പോലൊരു കടയുണ്ട്, അവിടെ ആണെങ്കിൽ ഇങ്ങനെ ജ്യൂസ് ഐറ്റംസ്, പിന്നെന്താണ് നുങ്ക്, അങ്ങനെ കരിക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു 2 ചേച്ചിമാരാണ് നടത്തുന്നത്. അവിടെ കയറിയിട്ട് പാറുക്കുട്ടിക്ക് നൊങ്ക് ഫ്രൂട്ട്സ് സർബത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നൊങ്കും ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ടിട്ടുള്ള സർബത്ത്. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പാറുക്കുട്ടി നല്ല ഇഷ്ടമായെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പാറുക്കുട്ടി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 സ്പൂൺ മാത്രം കഴിച്ചേട്ടാ. പിന്നെ എനിക്ക് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജിഞ്ചർ മിൻറ്റ് ലൈം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടുത്തെ ലൈം. ഞാൻ 2-3 വട്ടമേ കുടിച്ചിട്ടുള്ളെങ്കിലും ഞാൻ അതുവഴി പോകുമ്പോഴെല്ലാം വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അപ്പം ഞാൻ അത് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടടാ, അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, എപ്പോഴും വെള്ളം ദഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു വലിയൊരു പപ്പയ്ക്കയും കൂടി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ റെഡി ആയിട്ടുണ്ട്, പാറുക്കുട്ടി റെഡി ആയിട്ടാ. പക്ഷേ ടൈമില്ല, പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയതാണ്. ഇതേ പാറിൻ്റെ പുതിയ ഡ്രസ്സ് ഉണ്ടോ? നിങ്ങളൊക്കെ നമ്മളിപ്പോൾ എടുത്ത ഡ്രസ്സാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് കേട്ടോ. അപ്പം ഞാനും പാറുക്കുട്ടിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ സാരിയാണ് ഉടുത്തേക്കുന്നത്. ഭയങ്കര വെട്ടം. ഞാൻ സാരി എടുത്തേക്കുന്നത് ബ്ലാക്ക്, ഒരു നെക്കോട്ടാണ് സാരി. എനിക്ക് കാണിക്കാനുള്ള സമയമില്ല ഗൈസ്. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ ഗൈസ്. നമ്മൾ ഓടിക്കിളച്ചെത്തിയിട്ടുണ്ട്. എനിക്ക് കയറാൻ പോവാണ്. പോപ്കോൺ ഇല്ലാതെ എന്ത് സിനിമയില്ലേ. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഞാനും പാറുക്കുട്ടിയും കൂടെ പോയി ഒരു പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. ഗൈസ് കണ്ടോ, ഇതാണ് പാറുക്കുട്ടിക്ക് നമ്മൾ ഇന്ന് എടുത്ത ഡ്രസ്സ് കേട്ടോ. നല്ല രസമല്ലേ കളറ്? നമ്മൾ കറുപ്പ് സിനിമയാണ്, കറുപ്പിട്ടുണ്ട് പോയി. ഞാനും കറുപ്പായിരുന്നു കേട്ടോ. ഞാൻ അവിടെ തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേനാണ് ആലോചിച്ചത് കറുപ്പാണല്ലോ ഇട്ടേക്കണേന്ന്. നല്ല രസമുണ്ട് കേട്ടോ. അല്ല, ബ്ലാക്ക് ആണ്, ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ മറ്റേ ഇങ്ങനെ എലാസ്റ്റിക് ആണ്, ത്രെഡ് എലാസ്റ്റിക് ആണ്. പിന്നെ നൂഡിൽ സ്ട്രാപ്പ് അല്ലേ, കുറച്ചൊരു വീതിയുണ്ട്, പക്ഷെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ് കേട്ടോ. പാറിന് ഇഷ്ടപ്പെട്ടാ? ഇതിന്റെ സെയിം പാറ്റേൺ തന്നെ വേറൊരു കളർ നമ്മൾ എടുത്തല്ലേ, അത് പാറ്റേൺ സെയിം. ഓക്കെ. ആക്ച്വലി ഗൈസ് ഞാനും തിയേറ്ററിൽ പോയി ഇരുന്നപ്പോഴാണ് വിചാരിച്ചത്, ആഹാ കറുപ്പ് സിനിമ ആണ്, കറുപ്പിട്ടോണ്ടാണല്ലോ വന്നതെന്ന് നമ്മൾ രണ്ടും. കാരണം സൂര്യയുടെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ലുക്ക് എൻ്റെ പൊന്നു സീന് ഒരു രക്ഷയില്ല. പക്ഷെ സിനിമയെ പറ്റി പറയണേ, സിനിമയുടെ ആ ഒരു എന്താണ് ആ ഓവറോൾ സ്റ്റോറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മേക്കിംഗ് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇടയ്ക്ക് കോമഡി ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്, നോർമൽ സൂര്യ സിനിമയിലുള്ള എല്ലാ എലമെന്റ്സും അതിലുണ്ട്. അത് കൊള്ളാം, പൊളിച്ച്. പക്ഷെ എനിക്ക് ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, കാരണമെന്ന് വെച്ചാൽ എന്താണ് കുറച്ചിങ്ങനെ ഭക്തിമാർഗമായി പോയോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ കൊള്ളാം, സിനിമ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു, അതാണ് അങ്ങനെ കാണിക്കണം. പിന്നെ കഴിക്കാൻ ഇനി പോപ്കോൺ കഴിച്ചു നമ്മൾ. പിന്നെന്തോന്ന് കഴിച്ച് ലാവ കേക്ക് കഴിച്ച്. അവൾക്കിനി കഴിക്കാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഷാർജ ഉണ്ടാക്കിയത് കുറച്ചേ കുടിച്ചുള്ളൂ, ബാക്കി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അത് കുടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ കുടിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. വളരെ കുട്ടിയൊരു ദിവസമായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പാർവണി ഇങ്ങനെ പുറത്ത് പോകണതും. അവൾ ഭയങ്കര ടയേർഡായി കേട്ടോ. ഇത്തവണ ഭയങ്കര പെയിനായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ക്ഷീണിച്ചു പോയി എൻ്റെ കൊച്ച്. ഞാൻ അടുത്ത തവണ മുതൽ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കും. ഞാൻ എങ്ങോട്ടും വലിച്ചുകൊണ്ട് പോകില്ല. ഞാൻ ഒറ്റയ്ക്കേ പോകുള്ളൂ കേട്ടോ. എനിക്കെന്താണെന്നറിയോ, എനിക്ക് വീട്ടിൽ ഇരുന്ന ഡിപ്രഷൻ അടിച്ച് പണ്ടാലാണെങ്കിൽ ഞാൻ നെഗറ്റീവൊക്കെ ചിന്തിച്ച് കോളാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരിക്കാതെ എങ്ങോട്ടെങ്കിലും തുള്ളിക്കൊണ്ട് പോകണത്. പിന്നെ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് മാനവീയത്തിൽ ഇറങ്ങി ഒരു കോഫി കുടിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അവിടെ മറ്റേ എന്താന്ന് ഡ്രംസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തോ മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ കാന്താരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇച്ചിരി നേരം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് കേട്ടില്ല. ഇവക്ക് വീട്ടിൽ വന്നാൽ മതി, കിടന്നാൽ മതി. എന്ത് സാധനമാണിത്? അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ചാ